കേരളത്തിൽ EMSന്റെ കാലം മുതൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. മുസ്ലിം ലീഗ് LDFിൽ നിന്നിട്ടുണ്ട്, UDFിൽ നിന്നിട്ടുണ്ട്, അത് വേറൊരു സ്ട്രീമാണ്. എന്നാൽ മറ്റ് ചില സംഘടനകളുണ്ട്, കുറച്ചുകൂടി തീവ്രവാദം പറയുന്ന, മതരാഷ്ട്രവാദം പറയുന്ന, ഇന്ത്യൻ ദേശീയതയുമായി പലപ്പോഴും പൊരുത്തപ്പെടാതെ പല കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇൻറ്റൻസീവായി തീവ്രമായി കാര്യങ്ങൾ പറയുന്ന, ഞാനതിനെ മോശമായിട്ടൊന്നും പറയുന്നതല്ല, അത് നല്ലതോ ചീത്ത എന്നുള്ളതൊക്കെ അവരവർ ചിന്തിക്കേണ്ടതാണ്, അല്ലെ നമുക്കതിനകത്തൊരു ചിന്തയില്ല. പക്ഷെ അങ്ങനെ തീവ്രമായി പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് ഒരു കാഴ്ചപ്പാടുണ്ട് കേരളത്തിൽ. അങ്ങനെ അതിതീവ്രമായി കാര്യങ്ങൾ ചിന്തിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കറക്റ്റ് മതം, അതല്ലാതെ മതത്തിനപ്പുറം മറ്റൊരു ചിന്തയുമില്ല, തൻ്റെ ജാതി, തൻ്റെ മതം, അതിനപ്പുറം ഒരു ലോകമില്ല എന്ന് ചിന്തിക്കുന്ന പല സംഘടനകളെയും കേരളത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്തത് ശരിയാണോ തെറ്റാണോ, അതിനകത്ത് അവർക്ക് മതേതരത്വം ഉണ്ടോ, അവർ അതിനകത്ത് മിതവാദികളാണോ എന്നുള്ളത് വേറെ ചർച്ചയാണ്, തീർച്ചയായിട്ടും ചർച്ചയാണ്. പക്ഷേ ഇങ്ങനെയുള്ള 3-4 പാർട്ടികളായിട്ടാണ് SDP-യെയും PDP-യെയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ കണക്കൂട്ടി വച്ചിരിക്കുന്നത്. SDP ആവട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ, PDP ആവട്ടെ, 3 മുസ്ലിങ്ങളിലുള്ള ഇങ്ങനെ ഒരു തീവ്രവാദ വിഭാഗത്തിലേക്ക് വരും. ഇപ്പോൾ മദനി ഭയങ്കര തീവ്രവാദം പറയുന്ന ആളാണ്, മതത്തിന് വേണ്ടി വല്ലാതെ വർത്തമാനം. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം വന്നു, ആക്സിഡൻ്റല്ല അപകടം, ഇതൊക്കെ വന്നു, ബോംബേറൊക്കെ വന്നു, ആരോഗ്യ പ്രശ്നം വന്ന് ജയിലിലായതുകൊണ്ട് മാത്രം, ഇപ്പം കംപ്ലീറ്റ് ആരോഗ്യം പോയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ മദനി വല്ലാത്തൊരു ഭീഷണിയായി വരുമായിരുന്നു ഈ പ്രസംഗം കൊണ്ടൊക്കെ. നമ്മൾ ആ കാലത്തിൽ മദനിയുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ ഏതൊരു മുസൽമാനും രക്തം ഉണരും, സ്വാഭാവികമായിട്ടൊരു ഹിന്ദുക്കളോടൊരു ശത്രുത വരും. ആ പ്രസംഗമൊക്കെ വളരെ രസകരമാണ്. അപ്പോൾ അതുണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ മദനിയുടെ PDP, അതുപോലെ കുന്തിരിക്കവും മുന്തിരിയും കുന്തിരിക്കവും ഒക്കെ കാത്തിരുത്ത് വെച്ചോളൂ, കയ്യിലെടുത്ത് വെച്ചോളൂ എന്നൊരു കൊച്ചുകുട്ടി വിളിക്കുകയാണ്. അയാൾക്ക് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഇത് കിട്ടിയത്? ആരെങ്കിലും എഴുതി കൊടുത്തതായിരിക്കും. അപ്പോൾ കൊടുക്കരുത്, കുഞ്ഞിനോടത് കൊടുക്കരുത്, അച്ഛൻ എഴുതി കൊടുത്തു എന്നാണ് പറയണം, ബാപ്പ എഴുതി കൊടുത്തു എന്നാണ് പറയണത്. ബാപ്പ അത് ചെയ്യരുത്, തൻ്റെ മകനെ കൊണ്ട്, മകൻ്റെ മനസ്സിൽ വിഷം കലരും എന്ന് ചിന്തിക്കണ്ടേ? ഇവിടെ ഹിന്ദുക്കളെല്ലാം അടിച്ചു കൊന്നിട്ട് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റുമോ? തിരിച്ചുണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റുന്നൊരു രാജ്യമല്ല ഇത്. അപ്പോൾ ഇതൊരു സഹവർത്തിത്വത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, ഒരു സഹാനുഭൂതിയോടുകൂടി, സഹകരണത്തോടുകൂടി ജീവിക്കേണ്ട ഒരു ബഹുസ്വര രാജ്യമാണ്. ഇത് അംഗീകരിക്കാതെയാണ് ഈ ബഹളാത്രി ഉണ്ടാക്കിയത്. PFI, പോപ്പുലർ ഫ്രണ്ട്, അവരെ നിരോധിച്ചു. അവസാനം ഈ സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുകയാണ്. SDP മഞ്ചേശ്വരത്ത് UDFിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത്, കേരളത്തിലാകെ LDFിന് സപ്പോർട്ട് കൊടുക്കുന്നു. അവരങ്ങ് സപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ LDFുകാർ പറയുന്നുണ്ടോ ഞങ്ങൾക്ക് സപ്പോർട്ട് വേണ്ട എന്ന് പറയുന്നുണ്ടോ? ബിനോയ് വിശ്വം കിടന്ന് പറയുന്നുണ്ട്, വല്ല കാര്യമുണ്ടോ? ബിനോയ് വിശ്വത്തിന് വല്ല ഇൻഫ്ലുവൻസർ അല്ലല്ലോ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർ അല്ലാതെ ബിനോയ് വിശ്വം പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പിണറായി വിജയൻ പറയണം, MAB പറയണം, ഗോവിന്ദൻ പറയണം, അതിൻ്റെ താഴോട്ട് ആര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേശീയ ജനറൽ സെക്രട്ടറിയോ CPMൻ്റെയോ സംസ്ഥാന മുഖ്യമന്ത്രിയോ, മുഖ്യമന്ത്രിയാവാൻ നിൽക്കുന്ന പിണറായി വിജയനോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ ഗോവിന്ദനോ പറയണം, വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി LDFുമായിട്ട് വലിയ സഖ്യത്തിലായിരുന്നു, ഇപ്പോഴവർ UDFിനാണ് വോട്ട് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്ത് മതേതരത്വത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ? ഇപ്പോൾ വെൽഫെയർ പാർട്ടി വോട്ട് ചെയ്യും എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട, സപ്പോർട്ട് വേണ്ട എന്ന് പറയുന്നുണ്ടല്ലോ. EP ജയരാജൻ പറയുന്നതാണ് തിരഞ്ഞെടുപ്പാണ്, വോട്ട് കിട്ടിയാൽ ആരുടേത് മേടിക്കും. എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നു. അപ്പം ജനാധിപത്യത്തിൽ മതസംഘടനകളെയും, മതപരമായി നിൽക്കുന്ന ജാതി സംഘടനകളെയും മതസംഘടനകളെയും, അതിപ്പോൾ NSSനെ ആയാലും SNDP ആയാലും എല്ലാവരെയും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുകയാണ്, കേരളത്തിൽ ഇത് സംഭവിക്കുകയാണ്, തമിഴ്നാട്ടിലുമുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതപരമായി അല്ലെങ്കിൽ ദേശീയത പോലുള്ള കാര്യങ്ങളിൽ മതരാഷ്ട്രവാദം പറയുന്നവരുടെ ഒരു സംവിധാനം ഇവിടെ വരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 മുന്നണികളും അതിനകത്ത് പറയുന്നു. ഇനി ഈ 2 മുന്നണികൾക്കപ്പുറം BJPയുമായിട്ട് എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ നമുക്കറിയില്ല. പ്രാദേശികമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ BJPയുമായിട്ടുണ്ടോ? ഞാൻ BJPയുമായിട്ടുണ്ടോ, BJP അഗ്നിശുദ്ധി വരുത്തിയ പാർട്ടിയാണെന്നും മറ്റൊരു അങ്ങനെയല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. BJP ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും തെരഞ്ഞെടുപ്പിന് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള, മതേതര വിശ്വാസികളായിട്ടുള്ള
ദേശീയതയിൽ ഊന്നിയിട്ടുള്ള വോട്ട് മതി എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല, വോട്ട് വേണ്ട എന്ന് പറയണ്ട, വോട്ട് അവരെന്ന് മേടിച്ചോട്ടെ. പക്ഷെ പിന്നെ തള്ളിപ്പറയരുത്. മൈക്കെടുത്ത് വെച്ച് ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായി യാതൊരു ബന്ധമില്ല, പക്ഷെ കുറച്ച് അപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമി പറയും ഞങ്ങൾ ഇവർക്ക് വോട്ട് കിട്ടട്ടെ. SDP ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, കുറച്ച് കഴിയുമ്പോൾ SDP അപ്പുറത്ത് പത്രസമ്മേളനം നടത്തി പറയും ഞങ്ങൾ ഇന്ന ആൾ LDFനാണ് വോട്ട് കൊടുക്കുന്നത്, അപ്പോൾ വോട്ട് കിട്ടട്ടെ. ഈ ഇരട്ടത്താപ്പ് കേരളത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഗുരുതരമായ സമ്മർദ്ദ ഗ്രൂപ്പുകളായി നിൽക്കുകയാണ്. ഇനി സ്വാഭാവികമായിട്ടും SDP-യും PDP-യും സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷം വന്നാൽ അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും. അവർ സമ്മർദ്ദ ഗ്രൂപ്പാവും. ഇപ്പുറത്തെ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിക്കും സപ്പോർട്ട് UDF എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി സതീശനല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും സ്വാധീനങ്ങൾക്ക് വശംവദനാകേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ ഞാൻ ഇവരാരെയും കാണണ്ട, തൊടണ്ട, അൺടച്ചബിൾ ഒന്നുമില്ല, അവരുമെല്ലാം സംഘടനകളാണ്. മാന്യമായിട്ട് ജെന്റിൽമാൻ എഗ്രിമെൻ്റ് ഉണ്ടാക്കുക, പറ്റുമകൾ ഘടകകക്ഷിയാക്കുക. ശല്യമില്ല, വെൽഫെയർ പാർട്ടിയെ UDFൻ്റെ ഘടകകക്ഷിയാക്കുക. ദാറ്റ്സ് ആൾ. മദനിയുടെ PDP-യെ LDFൻ്റെ ഘടകകക്ഷിയാക്കുക. ഞാൻ അങ്ങനെ പറയുകയാണ്. SDP-യെ LDFൻ്റെ ഘടകകക്ഷിയാക്കുക. 1-2 സീറ്റ് അവർക്കും കൊടുത്തേക്കുക. ഇതല്ലാതെ അവരെയൊക്കെ തൊട്ടുകൂടാത്തവരെന്ന് തീണ്ടക്കൂടാത്തവരെന്ന് പറഞ്ഞ് നിർത്തുകയും അവരിൽ നിന്ന് വോട്ട് മേടിക്കുകയും ഇതൊരു ഗിമ്മിക്കാണ്, പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്. ഈ പൊളിറ്റിക്കൽ ഗിമ്മിക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ തിയറി. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. നമുക്കിവിടെ വർഗീയതയും മത തീവ്രവാദവും ദേശീയ വിരുദ്ധമായ കാര്യങ്ങളും ദുരാഷ്ട്രവാദത്തിനൊന്നും ഒരു സ്കോപ്പില്ല. ഇത് സ്കോപ്പില്ല എന്ന് പറഞ്ഞ്, എന്നാലും പണവും കുറച്ച് സംഘടനാ ബലം ഉണ്ടെങ്കിൽ പലരും ഇത് പറയും. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരെ തള്ളിപ്പറയുകയാണെങ്കിൽ സമ്പൂർണ്ണമായി തള്ളിപ്പറയുക. അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തിച്ച് അവരിൽ നിന്ന് വോട്ട് മേടിച്ച് ആ വോട്ട് കൂടി കൊണ്ട് ജയിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന് മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഒന്നും ആരും പറയരുത്. നേരെ നമുക്ക് നേരെ അല്ലാതെ അവരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോവുക. അവർ മതപരമായി സംഘടിച്ച് നിൽക്കുന്നവരാണ്, മതപരമായ നേട്ടങ്ങൾക്ക് നിൽക്കുന്നവരായിരിക്കാം, അവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് പോവുക. പക്ഷെ അല്ലാതെ ചെയ്യുന്നത് ജനങ്ങളെ വഞ്ചിക്കലാണ്, ജനങ്ങളെ പറ്റിക്കലാണ്. ഈ പറ്റിപ്പും തട്ടിപ്പും എല്ലാ കാലവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വളരെ രസകരമായി നടക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു കൗതുകം. ഞാൻ പറഞ്ഞ പോലെ 2 പാർട്ടികളും 2 മുന്നണികളും കൃത്യമായി ഇതിനകത്ത് നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. ഇന്നലെ MA ബേബി പറയുന്ന കേട്ടു PDP തീവ്രവാദമൊക്കെ ഉപേക്ഷിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം പണ്ട് തീവ്രവാദം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഉപേക്ഷിച്ചു എന്നുള്ളതിന് എന്താ തെളിവ്? അല്ലെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്താ തെളിവ്? SDP ഇതെല്ലാം ഉപേക്ഷിച്ചു, എന്താ തെളിവ്? ഉണ്ടായിരുന്നതിന് തെളിവെവിടെ? ഉപേക്ഷിച്ചതിന് തെളിവെവിടെ? ജമാഅത്ത് ഇസ്ലാമി ഇപ്പം വർഗീയത പറയുന്നില്ല, എന്താ അതിൻ്റെ അർത്ഥം? പണ്ട് പറഞ്ഞിരുന്നോ? ഇത് വളരെ ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടണം.